എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരുന്ന കേന്ദ്ര പോലീസ് ഫോഴ്സിലേക്കുള്ള കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, SI തുടങ്ങിയ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുകയാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ITBP-യിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, SI തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 500-ലധികം വേക്കൻസി ഉണ്ട്. കേരളത്തിലെ എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ. സോ നമുക്ക് ഓരോ പോസ്റ്റും അതിന്റെ ഡീറ്റെയിൽസും വേക്കൻസിയും ക്വാളിഫിക്കേഷനും 1 by 1 ആയിട്ട് നോക്കാം. 15 നവംബർ 2024 മുതൽ 14 ഡിസംബർ 2024 വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് ITBP-യുടെ സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. വന്നിരിക്കുന്ന പോസ്റ്റുകൾ: സബ് ഇൻസ്പെക്ടർ ടെലികമ്മ്യൂണിക്കേഷൻ മെയിൽ 78 വേക്കൻസി, സബ് ഇൻസ്പെക്ടർ ടെലികമ്മ്യൂണിക്കേഷൻ ഫീമെയിൽ 14 വേക്കൻസി, ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ മെയിൽ 325 വേക്കൻസി, ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ ഫീമെയിൽ 58 വേക്കൻസി, കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ മെയിൽ 44 വേക്കൻസി, കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ ഫീമെയിൽ 7 വേക്കൻസി. അങ്ങനെ 500-ൽ-അധികം വേക്കൻസി ഉണ്ട് ടോട്ടൽ. സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ ലെവൽ 6 ആണ്. 37,400 മുതൽ 1,12,400 വരെ ബേസിക് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റിൽ ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. അടുത്ത ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. ലെവൽ 4 സാലറി സ്കെയിൽ ആണ്. 27,500 മുതൽ 81,100 വരെ സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. അടുത്ത കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. ലെവൽ 3 സാലറി സ്കെയിലാണ്. 21,700 മുതൽ 69,100 വരെ സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ ടെലികമ്മ്യൂണിക്കേഷനിലേക്ക് 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. 3 വർഷത്തിൽ OBC-ക്കും 5 വർഷത്തിൽ SC/ST കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നതാണ്. ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷനിലേക്കും 25 വയസ്സ് വരെയാണ്. ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. 18 മുതൽ 25 വയസ്സ് വരെയാണ്. കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ 18 മുതൽ 23 വയസ്സ് വരെയാണ്. ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. സബ് ഇൻസ്പെക്ടർ ടെലികമ്മ്യൂണിക്കേഷനിലേക്ക് ബാച്ചിലർ ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. +2 ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് 45% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അഗ്രിഗേറ്റ്. അതല്ലെങ്കിൽ 10ാം ക്ലാസ്സും പ്ലസ് 2 വർഷത്തെ ഇൻഡസ്ട്രിയൽ ITI ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് സബ് ഇൻസ്പെക്ടർ ടെലികമ്മ്യൂണിക്കേഷനിലേക്ക് 14/12/1999 14 ഡിസംബർ 2004 ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്നും ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് OBC, SC/ST കാൻഡിഡേറ്റ്സിന്. ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷനിലേക്കും സെയിം ഡേറ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷനിലേക്ക് 14/12/2001 മുതൽ 14/12/2006 വരെ ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഈ ഏജിൽ നിന്നും റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അടുത്ത ഹൈറ്റ് ആണ്. മെയിൽ കാൻഡിഡേറ്റ്സ് 170-ഉം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 157 സെന്റിമീറ്ററാണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക. അപേക്ഷിക്കാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപേക്ഷ അയക്കുമ്പോൾ 200 രൂപ ഫീസ് ഉണ്ട് SI-ക്ക്. ഹെഡ് കോൺസ്റ്റബിൾ 100 രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. സോ അപേക്ഷ അയക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക. 15 നവംബർ മുതൽ 14 ഡിസംബർ 2024 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് മറക്കരുത്. അതുകൊണ്ട് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. ആർമി, നേവി, എയർഫോഴ്സ്, സെൻട്രൽ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ജോലി നോക്കുന്നുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വീഡിയോ. വന്ദേ മാതരം.